ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ROC. അവർ ആ ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് വലിയ സംശയം ഉന്നയിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥയായിട്ടുള്ള എക്സാലോജിക് കമ്പനിയുടെ ഈ ട്രാൻസാക്ഷനെ ഫ്രോഡലന്റ് എന്നാണ് ദോ prima facie the transactions between CMRL and Exalogic Solutions Private Limited are fraudulent എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയാണ്. എന്ന് പറഞ്ഞാൽ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും പണം വാങ്ങിയത് ഏതെങ്കിലും തരത്തിലുള്ള സർവീസിനുള്ള സേവനത്തിനുള്ള പ്രതിഫലമായിട്ടല്ല, മറിച്ച് നമുക്ക് മലയാളത്തിൽ കോഴ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ്. ഫ്രോഡലന്റ് ട്രാൻസാക്ഷൻ നടന്നു എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറയുന്ന ഘട്ടത്തിൽ അതിൽ അന്വേഷണം വേണം. അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം, അത് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം എന്നൊരു സംവിധാനം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ടതുണ്ടോ, ന്യായീകരിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ കോൺഗ്രസ് പ്രതിയുടെ പൂർണ്ണമായ വാദങ്ങൾ ഞാൻ വൈകി വന്നതുള്ളത് കൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ, തുടർ ഭാഗത്ത് അത്തരം വാദങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരിക തന്നെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമാകും വിധം നമുക്കറിയാവുന്നതുപോലെ ROC കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ വിവരങ്ങൾ, ആ വിവരം തന്നെ ആദ്യം വന്നത് ഏത് വഴിയാണെന്നുള്ളത് കേരളത്തിലെ പ്രേക്ഷകർ അറിയേണ്ടതാണ്. ഇത്തരത്തിൽ രഹസ്യ സ്വഭാവത്തോടു കൂടെ ആഘോഷിക്കപ്പെട്ടു എന്ന ഒരു രേഖ കേരളത്തിലെ BJP ക്യാബിനറ്റ് റാങ്ക് പദവി അലങ്കരിക്കുന്ന ഒരു മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ചാനലാണ് ആദ്യം ബ്രേക്ക് ചെയ്തത്. ആ ബ്രേക്ക് ചെയ്യപ്പെട്ട രേഖ പിന്നീട് സ്വാഭാവികമായി കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മറ്റ് സംഘങ്ങളും ഒക്കെ ലീക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അതേ തുടർന്ന് ചർച്ച ഉയർന്നു വരികയും ചെയ്തു. നന്നായി, ചർച്ച ഉയർന്നു വരട്ടെ, നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ കർണാടക ROC അതിന് തൊട്ട് മുമ്പ് ഈ കർണാടക ROCയിലേക്ക് എത്തുന്നതിന് മുമ്പ് പര്യാപ്തമായ കേസിനെ സംബന്ധിച്ചുള്ള കേസിന് ആസ്പദമായ കാര്യം എന്താണ്? അത് പല മാധ്യമങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ആ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ CMRL എന്ന് പറയുന്ന കമ്പനി കോടാനുകോടി രൂപയുടെ ഒരു തരത്തിലുള്ള ലീഗലൈസ്ഡ് കറപ്ഷൻ കേരളത്തിൽ നടത്തിയിരിക്കുന്നു. കേരളത്തിലെ മതസ്ഥാപനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിവിധ നേതൃപദവി അലങ്കരിക്കുന്ന നേതാക്കന്മാർക്ക് ഒക്കെ പണം കൊടുത്തിരിക്കുന്നു. ഈ പണം കൊടുത്തിരിക്കുന്നത് തങ്ങളുടെ തെറ്റായ നയസമീപനങ്ങളെയും അതുവഴി സമ്പാദിച്ച പണത്തെയും വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ അഴിമതിയെ നീതിപൂർവമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു മൂടുപടം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം. ആ കേസിന് ആസ്പദമായി ഈ പ്ലേ മുമ്പോട്ടേക്ക് വെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് MOCയോട് ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. MOC സമാനമായി ROCയോട് ഇത് പറയുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഒരു രേഖയിലേക്ക് വരുന്നു. ഇപ്പോൾ കർണാടക ROCയിൽ നിന്നാണ് സമാനമായി ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഫ്രോഡലന്റ് ആക്ട് എന്നൊക്കെ പറയാൻ പര്യാപ്തമായ ഒരു രേഖ വന്നത്. ഇതിന് യഥാർത്ഥത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി മുമ്പ് നടന്ന നമ്മൾ സംവാദാത്മകമായ വിഷയമായി തിരഞ്ഞെടുത്ത എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധമുണ്ടായിരുന്നോ? ഇനി ശരി, മുഖ്യമന്ത്രിയുടെ മകൾ അവരുടെ നേതൃത്വം നൽകുന്ന എക്സാലോജിക് കമ്പനി, ഈ കമ്പനി എന്തൊക്കെ വഴിവിട്ട ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് മുമ്പ് അവകാശവാദം ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് കേരളത്തിലൊരു കേസ് ഉണ്ടായിരുന്നില്ലേ? ആ കേസിനെ സംബന്ധിച്ച് മൂവാറ്റുപുഴയിലെ കോടതിയുടെ വിധി എന്തായിരുന്നു? പിന്നീട് ആ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി ആ കേസിൽ സ്വീകരിച്ചിരുന്നൊരു സമീപനം എന്താണ്? എക്സാലോജിക് കമ്പനികളുടെ ഉടമയ്ക്ക് ഒരു നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തയ്യാറായിട്ടുണ്ടോ? അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരമായി ഇപ്പോൾ തന്നെ എനിക്ക് മറുപടി ലഭിക്കണം. ഇതിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഫ്രോഡലന്റ് ആക്ട് നടന്നിട്ടുണ്ട് എന്നൊരു പ്രതികരണം, ഒരു ഓപ്പൺ കോർട്ട് പ്രതികരണം നടത്താൻ ഇപ്പൊ പല ഓപ്പൺ കോർട്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ന്യായാധിപരുള്ള കാലം കൂടെയാണോ കേരളത്തിന്? അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് നമ്മൾ ആരെങ്കിലും സാക്ഷി വഹിച്ചോ? ഇല്ല. പിന്നെ കർണാടകയിലെ ROC ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതയാണ്, ഇല്ലാതെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ആ അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആദരണീയരായ കേരളത്തിന്റെ മുൻ നിയമമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് AK ബാലൻ അതിനെ സംബന്ധിച്ച് സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, EDയും CBIയും ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസുകാർ മാടി വിളിക്കുന്ന ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് DPD എന്ന് ആദരണീയനായ നമ്മുടെ വയനാട് MP പറഞ്ഞ ഈ സ്ഥാപനങ്ങളെ ഇന്ന് മാടി വിളിക്കുന്നു. അവരുടെ സമീപനത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലും, അതായത് വസ്തുതാപൂർണമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാനോ തകർക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയത്തെ വേറെന്തെങ്കിലും മാർഗത്തിലൂടെ ഒന്ന് പരിക്കേൽപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടക്കട്ടെ, നമുക്ക് നിയമപരമായും രാഷ്ട്രീയമായും രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ നിയമത്തെ കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി നിയമപ്രകാരം
കമ്പനി നിയമത്തിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വയലേഷൻസ് എക്സാലോജിക്കിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോർമെൻസി സ്റ്റാറ്റസിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി ഈ കമ്പനി തെറ്റായ വിവരം നൽകി. കമ്പനി ആക്ടിലെ 447, 448, 449 ചുമത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ. ഓഡിറ്റ് റിപ്പോർട്ട് ഈ കമ്പനി കൊടുത്തത്, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഓഡിറ്ററുടെ സൈൻ പോലും ഇല്ലാതെയാണ്. സെക്ഷൻ 136 ചുമത്തിയിരിക്കുന്നു. പിന്നെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ ഈ പറഞ്ഞ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനെ കുറിച്ച് 447, 448 ചുമത്തി അന്വേഷിക്കുന്നു കമ്പനി നിയമം. ഇത് കൂടാതെ ഈ കാര്യത്തിലെ മണി ലോണ്ടറിംഗ് ആംഗിളും അഴിമതി ആംഗിളും അന്വേഷിക്കാനാണ് EDയും CBIയും വരണം എന്ന് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കരുതുന്നത്. അപ്പോ ഒന്ന്, വയലേഷൻസ്, കമ്പനി ആക്ട് പ്രകാരമുള്ള വയലേഷൻസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഇതിലെ അഴിമതി അന്വേഷിക്കാൻ അതിന്റെ കോമ്പറ്റന്റ് ഏജൻസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എന്താണ് നടന്നത് എന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയല്ലേ നിങ്ങൾ മാനിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ അന്വേഷണത്തിലേക്ക് എത്തപ്പെടുന്നതിന് കാരണമായ എന്താണ്? ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തയാളുടെ അപേക്ഷ എന്താണ്? അയാളുടെ ആരോപണം എന്താണ്? അതും ഈ പറയത്തിലുള്ള ROCയുടെ പ്രതികരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെ സംബന്ധിച്ച് എന്താ നമ്മളെ നാട് ചർച്ച ചെയ്യാത്തത്? അദ്ദേഹത്തിന്റെ പറയാനായിരുന്നു 135 കോടി രൂപയുടെ അഴിമതിയെ സംബന്ധിച്ചല്ലേ, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംബന്ധിച്ചല്ലേ? ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വളരെ കൃത്യമായി അക്കാര്യവും ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും പരിശോധനയ്ക്ക് വിടണം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ സ്കെയിൽ ഓഫ് ദ ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ മേ ബി മച്ച് ലാർജർ ഇൻ CMRL കൺസിഡറിംഗ് ഇറ്റ്സ് range of operations. Transactions may be much more considering its range of operations and transacting with other third parties, political and government functionaries as alleged. Hence detailed inspection investigation is necessary against CMRL and its management. അതായത് CMRL മാനേജ്മെന്റ് ബാക്കി താങ്കൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 95 കോടിയിലധികം രൂപ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ നേതാക്കൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, മറ്റാർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നത്. അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പ്രകാരം കൂടെയാണെങ്കിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ആളുടെ അപേക്ഷകരുടെ ദുരി കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ROC ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ മുൻ വ്യവസായ മന്ത്രി മുസ്ലിം ലീഗിന്റെ നേതാവ്, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞു പോയ കോൺഗ്രസിന്റെ നേതാവ്, കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹരിപ്പാട് MLA ഇത്യാദി ആളുകൾക്ക് കൊടുത്ത പണവും അതോടൊപ്പം ഒരു മാധ്യമം എന്ന നിലയിൽ BJPയുടെ മുഖപത്രങ്ങൾക്ക് കൊടുത്ത പണവും മറ്റു മതസ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണവും ഒക്കെ കൂടെ EDയും അതേപോലെ തന്നെ CBIയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന തലത്തിലുള്ള ശുപാർശ. അത് അങ്ങനെ പറയാൻ എന്തേ മടി? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ വ്യവസായ മന്ത്രി VK കുഞ്ഞാലിക്കുട്ടി, കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ മുസ്ലിം ലീഗ്, BJPയുടെ മുഖപത്രം, ഇവരെല്ലാരും കൂടെ 100 കണക്കിന് കോടി രൂപ ഈ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചത്. ആ കൂട്ടത്തിൽ ഒരു PV ഉണ്ട്, അത് മാത്രം വിട്ടുപോകരുത്. ഏത്? ആ കൂട്ടത്തിൽ ഒരു PV ഉണ്ട്, PV. ആ കൂട്ടത്തിലെ PV പിണറായി വിജയൻ അല്ലാന്ന്. ആ കൂട്ടത്തില് അതാണ് അങ്ങ് ചോദിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങ് മറ്റു നേതാക്കന്മാരുടെ പേരാരും പറഞ്ഞില്ലല്ലോ. BJPയുടെ മുഖപത്രത്തെ സംബന്ധിച്ച് മിണ്ടിയില്ലല്ലോ. BJPയുടെ മുഖപത്രം ഇന്നലത്തെ മാതൃഭൂമിയുടെ ചാനലിലെ കണ്ട് സ്വയം നാണം കെട്ടുപോയി എന്നുള്ളതാണ് നാട്ടിൽ മറ്റ് കാര്യങ്ങളെ വിശദീകരിക്കുന്ന സസൂക്ഷ്മം വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്തുമാവട്ടെ. അപ്പോ BJPയുടെ മുഖപത്രത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞില്ലല്ലോ. ഞാനിത് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു PV ഉണ്ടല്ലോ എന്ന്. അക്കൂട്ടത്തിലെ PV പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം തന്നെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം കേരളത്തിന്റെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു? ഞാനല്ല രമേശ് ചെന്നിത്തലയും KK ഞാനല്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ കേസ് തീർന്നോ? PV ഞാനല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയാൻ ആർജവം എന്താ അവർക്ക് ഇല്ലാതെ പോയി? അങ്ങനെ ഇല്ലാതെ പോയി. ഇത് ഞങ്ങൾ പണം വാങ്ങിയതാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ ഇപ്പോ ആ അന്വേഷണം നടക്കട്ടെ. 95 കോടി രൂപ, 95-ലധികം കോടി രൂപ ഈ CMRL കമ്പനി കഴിഞ്ഞ 2013, 2019 കാലയളവിൽ കേരളത്തിൽ പലയിടത്തായി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് മറ്റുള്ള പല ആളുകൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അതുകൊണ്ടാണല്ലോ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. മാധ്യമ പ്രവർത്തകരൊന്നും ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പരാമർശമുള്ളതുകൊണ്ടാണ് അത് തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ടേ JK? അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് എടുത്തു പറയാണ്. അതിലെ നിയമലംഘനങ്ങൾ ഞാൻ നേരത്തെ പ്രധാനപ്പെട്ട നിയമലംഘനങ്ങൾ കമ്പനി ആക്ടിന്റെ വയലേഷൻസ് ചൂണ്ടിക്കാണിച്ചു. താങ്കൾ അത് തൊട്ടില്ല. അത് കൂടാതെ ഇപ്പോൾ പിണറായി വിജയന് കരിമണൽ കമ്പനി ഉടമ പണം കൊടുത്താൽ അതൊക്കെ സംഭാവന എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ മകളുടെ കമ്പനിയിലേക്ക് അതും എന്താ പറയുക ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള പണം കൈമാറ്റം എന്ന് 2 പ്രധാനപ്പെട്ട ഏജൻസികൾ പറയുന്നു. ഏജൻസി എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്, രണ്ടാമത്തേത് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്.
അപ്പൊ കരിമണൽ കമ്പനിയിൽ നിന്ന് അങ്ങനെ പണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് പാർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചെറിയ കാര്യമായിട്ടാണോ താങ്കൾ കാണുന്നത്? പിണറായി വിജയന്റെ വീട്ടിലേക്ക് പണം മാറിയിട്ടുണ്ടെന്നല്ലോ പറഞ്ഞത്. അങ്ങനെ ഇൻട്രീം സെറ്റിൽമെന്റ് എവിടെ പറഞ്ഞത്? പിണറായി വിജയന്റെ മകളുടെ കമ്പനി, പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അവർ അപ്പൊ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ആ പണം പോയി എന്ന് പറയുന്നതിനകത്ത് ദുരഭിദിഷ്ടമായ ഒരു ആരോപണ തലമുണ്ട്. അങ്ങനെ അതുന്നയിക്കാൻ പാടില്ല. കാരണം ഒരു സർവീസ് കൊടുത്തതിന്റെ ഭാഗമായി ലഭിക്കുന്ന തുക ലഭിച്ചാൽ ആ ഇൻട്രീം സെറ്റിൽ ശരി, നമുക്ക് ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ എടുക്കാം. ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ വിധിയുടെ പ്രത്യേകത എന്താണ്? അവരുടെ തീർപ്പിന്റെ പ്രത്യേകത എന്താണ്? അവർ ഇത്തരത്തിൽ ഒരു മാന്യമായ സാമൂഹ്യ നീതി പരിപാലിക്കാൻ ഇൻട്രീം സെറ്റിൽ ബോർഡ് ശ്രമിച്ചിരുന്നോ? അവർ ഇത്തരത്തിൽ രണ്ടു കൂട്ടർക്കും അവർക്ക് അവകാശമുള്ള മറ്റു കാര്യങ്ങളെ വിശദീകരിക്കാൻ, അർത്ഥപൂർണമായി മറ്റു കാര്യങ്ങളെ തെളിവ് നൽകാൻ അവർ അവസരം നൽകിയിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ സമീപനം എന്തായിരുന്നു? നമ്മൾ അത്ര മണിക്കൂറുകളിൽ നിന്ന് ചർച്ച ചെയ്തതാണ്. ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ്, ഇൻട്രീം സെറ്റിൽ ബോർഡ് വേറൊരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കോൺഗ്രസ് നേതാവോട് ചോദിച്ചാൽ അദ്ദേഹം മിണ്ടില്ല. കാരണം എന്താണ്? ആ കേസിലെ ഒന്നാം പ്രതി നമ്മുടെ വയനാട് പാർലമെന്റ് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ അമ്മ ആ കേസിലെ രണ്ടാം പ്രതിയാണ്. വിത്തൗട്ട് ഹിയറിംഗ് ബോത്ത് പാർട്ടീസ് അല്ല, ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ് ആണ്. ആയിരക്കണക്കിന് കണ്ടുകെട്ടിയിരിക്കുന്നു. ഈ രണ്ട് കക്ഷികളെയും, ഈ പറഞ്ഞ രണ്ട് പാർട്ടീസിനെയും കേട്ടിട്ടാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ തീർപ്പിലേക്ക് എത്തിയത്. അവിടുത്തെ രണ്ട് പാർട്ടികൾ, ഒന്ന് CMRL കമ്പനി, രണ്ടാമത് ആദായ നികുതി വകുപ്പാണ്. അതിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ് ആ തീർപ്പ് പിന്നെ വരുത്തിയിരിക്കുന്നത്. ശരിയാണ്, വീണയെ കേട്ടിട്ടില്ല എന്നുള്ളതല്ലേ അങ്ങയുടെ പോയിന്റ്. ശരി, വീണയെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേട്ടല്ലോ, കമ്പനി നിയമം അനുസരിച്ച് കേട്ടല്ലോ. അവര് പറയുന്നത് എന്താ? വീണ തൈക്കണ്ടിലിന്റെ മറുപടികൾ ഇവേസീവ് ആയിരുന്നു. അവര് ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. അവരുടെ ITR കൊടുത്തു, GST കൊടുത്തു, GST റിട്ടേൺ കൊടുത്തു, അതുപോലെ തന്നെ ഈ കരാർ കൊടുത്തു. അതിനപ്പുറത്ത് എന്ത് സേവനം നൽകി? എന്താണ് ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ? ഇങ്ങനെ ഇവർ ചോദിച്ചിട്ടുള്ള രേഖയൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല, അതിനെ സംബന്ധിച്ച് നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി വിസ്തരിച്ച് ഞാൻ തൊട്ടില്ല എന്ന് പറഞ്ഞല്ലോ. കമ്പനീസ് ആക്ട് സെക്ഷൻ 447, 448, 449 ഇതിന്റെ വയലേഷൻ. അതോടൊപ്പം ഞാൻ പറയുന്നു, ഇവരിപ്പോ പിന്നീട് ആരോപണം ഉന്നയിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായി തന്നെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അപേക്ഷ കൊടുത്ത് അനുമതി ലഭിച്ചതിനെ തുടർന്നല്ല കമ്പനി വൈൻഡപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താണ്? നമുക്ക് മുമ്പിൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളാലെ അറിയാവുന്നത് പോലെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പൊ കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ MOCക്ക് കീഴിലുള്ള ഈ അന്വേഷണ സംഘം അവർക്ക് പുതിയ താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഒരു തിരക്കഥ ചമയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനെ രാഷ്ട്രീയമായി മാത്രം നേരിടുകയല്ല, നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. അതുകൊണ്ടാണ് ഞാൻ തൊട്ടുമുമ്പ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ കേസിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. ആ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ കേസിന്റെ വിധി എന്തായിരുന്നു? ഇപ്പോൾ ഹൈക്കോടതിയുടെ സമക്ഷത്തിൽ നിൽക്കുന്ന കേസിലുണ്ടായിട്ടുള്ള മറ്റ് പ്രൊസീഡിംഗ്സ് എന്താണ്? ഇനി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് CMRLനെയും അതേപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് കേട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ വിധി പ്രസ്താവം എന്തായിരുന്നു? ഗീവൻ ഇമ്മ്യൂണിറ്റി ടു CMRL ഫ്രം ഓൾ സച്ച് പ്രോസിക്യൂഷൻ പ്രൊസീഡിംഗ്സ്. അങ്ങനെയല്ലേ? പ്രോസിക്യൂഷന്റെ എല്ലാ വിധത്തിലുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ നിന്നും CMRL ഇമ്മ്യൂണിറ്റി കൊടുത്തു, അതല്ലേ? അതോടൊപ്പം ഇനി ഫർദർ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിന്, ഫർദർ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുന്നതിന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തടസ്സം സൃഷ്ടിച്ചോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. അത് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ നടപടികൾക്കല്ലേ ശ്രീ ജേക്സി തോമസ്, IT ആക്ട് അനുസരിച്ചുള്ള നടപടികൾക്ക് താങ്കൾ പറഞ്ഞതുപോലെ CMRL കമ്പനിക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്തു. ഇവിടെ ROC പറയുന്നത് എന്താണ്? PMLA ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം, PC ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം. ആ നടപടിക്രമങ്ങളിൽ നിന്ന് ആർക്കും ഒരു ഇമ്മ്യൂണിറ്റിയും എവിടെ നിന്നും കിട്ടില്ല. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതിനെ നിയമപരമായി തന്നെ നേരിടാന്നേ. ഇപ്പോൾ ROC ഇത് എന്തുകൊണ്ട് പറയുന്നു? കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി നിയമങ്ങളുടെ കീഴിൽ വരുന്നതാണോ ഇത്തരം പരിശോധന? കമ്പനികൾ തമ്മിൽ കൊടുത്തിട്ടുള്ള സർവീസ് പ്രൊവൈഡിങ്സിനെ സംബന്ധിച്ച്, അതിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ബാധ്യതയേറ്റ പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്തമുള്ള സംഘമാണോ ROC? അങ്ങേക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ എന്നാ അവർക്കിപ്പോ പുതിയ താല്പര്യത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണ്. 447, 448, 449 ഇത് സമർപ്പിച്ചിട്ടില്ല എന്നിത്യാദിയുള്ള പുതിയ വിവരങ്ങൾ മറ്റു പലരുടെയും ആവശ്യപ്രകാരം എഴുതി വെക്കുകയാണ്. കർണാടകയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ സംഘങ്ങൾ എത്രയോ ആവർത്തി ആരെയൊക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു എന്നുള്ളതിന് കാലം ദൃഷ്ടാന്തമല്ലേ? ഇതേ ചാനൽ മുറിയിലിരുന്ന് നമ്മൾ എത്ര കാലം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ സംബന്ധിച്ച് കർണാടകയിലെ കേന്ദ്ര അന്വേഷണ നടപടിയാണ് എന്നുള്ളതല്ലേ വാദം? ഓക്കെ, എനിക്ക് ആ വാദം